ഗൈസ് നമ്മളെ പരിപാടി എന്താ അറിയോ, വിഷു ഒക്കെ ആയല്ലോ. അപ്പോൾ 2 ചെങ്ങായിമാർക്ക് നമ്മൾ വിഷുക്കൊടി കൊടുക്കാൻ പോവുകയാണ്. ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, എപ്പോഴും എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാകുന്ന ചെങ്ങായിമാരാ. ഒരു പൈസയോ അല്ല ഒരു ലാഭമോ ഒന്നും നോക്കാതെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാണണമെന്ന് ആഗ്രഹിച്ച, അവരെ എത്തില്ലെങ്കിലും ഞാൻ എവിടെയെങ്കിലും എത്തണമെന്ന് ആഗ്രഹിച്ച ചെങ്ങായിമാരാ. എന്നോട് എപ്പോഴും വലിയ പറയും എന്താ അറിയോ, പിന്നെ ഇങ്ങനെ രക്ഷപ്പെടും എന്നിട്ടാണ് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്താൻ, അങ്ങനെ അവർ പറയാം. അപ്പം അപ്പോൾ അവർക്ക് വിഷുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തില്ല മോശം, വിഷുക്കോടി കൊടുത്തില്ല മോശമല്ലേ. പല ചെങ്ങായിമാരുടെ അടുത്ത് എന്നെ യൂസ് ചെയ്യുന്ന ചെങ്ങായിമാരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് എപ്പം വിളിച്ചാൽ വീഡിയോ എടുക്കാനോ ഇതാക്കാനൊക്കെ വേണ്ടി അവരെന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സമയമൊക്കെ ഒഴിവാക്കി ഞാൻ പോയാലും എൻ്റെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവർക്കില്ലാതെ തിരക്കില്ല, അവർക്കില്ലാതെ ഡിമാൻഡില്ല. അങ്ങനത്തെ ചെങ്ങായിമാരുടെ ഇടയിൽ എത്രയോ എനിക്ക് കിട്ടിയ നിധി എന്നൊക്കെ അറിയില്ല. അങ്ങനത്തെ ചെങ്ങായിമാരോട്ടോ എന്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ സുഖം അറിയും. 2 ദിവസം എനിക്ക് മെസ്സേജ് പിന്നെ ഞാൻ വീഡിയോ ചെയ്ത് തരട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ചെങ്ങായിമാരാ. പലരും എന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പല സമയത്ത് പല വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പ്രൊമോഷൻ ചെയ്തിട്ട് ഞാൻ പിന്നീട് ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ അവർ എന്നോട് ചെയ്ത പല കാര്യങ്ങളും ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ചില ചെങ്ങായിമാർ അവർക്ക് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും, അവരെ വീഡിയോ എടുക്കാനൊക്കെ പോയി. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ അവർക്കില്ലാത്ത ഡിമാൻഡ് ഉണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് വേണ്ടി പ്രൊമോഷന് വേണ്ടി വിളിച്ച് ഞാൻ എന്ത് ചെയ്തു, അവർ ഇന്നോട് പൈസ ഒന്നും തരില്ല, തുടങ്ങുകയാണ്, ഇനി സപ്പോർട്ട് ചെയ്ത് തരണം ഞാൻ ചെയ്ത്. ഞാൻ വിശന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ 2-3 ചെങ്ങായിമാരുണ്ട് എൻ്റെ കൂടെ. ഞാൻ അവരെ വിളിച്ചാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റും, എൻ്റെ കൈമ പൈസ ഇല്ല കേട്ടോ, അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങൾ 4-5 ആൾക്കാരുള്ള പാർട്ണർഷിപ്പ് തുടങ്ങിയാണത്. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാതെ ഞങ്ങൾ കടം തരാനില്ല. അത് ഞാൻ ഫ്രീ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറയാം, അങ്ങനെ ചോദിച്ചിട്ടും പറഞ്ഞിട്ട് അല്ലാണ്ട് തരാനില്ല. അങ്ങനെ വരെ എന്നെ അപമാനിക്കാൻ പറ്റുന്നിടത്തോളം അപമാനിച്ചെടുത്ത് ചെയ്ത് ചില ആൾ. അത്രയും 40K വ്യൂസൊക്കെ കിട്ടിയ വീഡിയോ ആയിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ എത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ചങ്ങായിമാരുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത ചങ്ങായിമാർക്ക് നമ്മൾ വിഷുവിനുള്ള കൊടി കൊടുക്കുകയാണ്. അപ്പോൾ അവരെ റിയാക്ഷൻ എന്താ നോക്കിയാലോ. ജിഷ്ണു ചെങ്ങായി ചാറ്റിട്ട് ഇന്നെ കണ്ടപ്പോ ഓടി, ക്യാമറ കണ്ടപ്പോ ഓടി ചാറ്റെടുക്കാൻ പോയതാണ് ഗൈസ്. ഞാനില്ല, ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരാൻ വിളിച്ചിട്ട് ഇല്ലാത്തവർക്ക് തിരക്കില്ല, അവർക്കില്ലാത്ത ഡിമാൻഡില്ല. അപ്പൊ ഇപ്പോൾ ഞാനെപ്പം വിളിച്ചാലും ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്ത് തരാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കല്ലേ, പിന്നെ എനിക്ക് സുഖമില്ലായിട്ടോ ഞാൻ ചെയ്തരാം അല്ലേ. അങ്ങനെ പറയുന്ന ചെങ്ങായിമാര് വേറെ ഇല്ലേക്ക്. എനിക്ക് വേറെ കാര്യം കേട്ടോ, ഞാൻ റെസ്റ്റോറൻറ്റ് വേണ്ടപ്പെട്ട ഒരാൾക്ക് റെസ്റ്റോറൻറ്റ് പ്രൊമോഷൻ ചെയ്തെടുത്ത്, കുടുംബക്കാരല്ല വേറെ ആൾക്ക് എന്താട്ടെ, ഒരു 40K വ്യൂസായി. പിന്നെ ഞാൻ ബസ് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ചെങ്ങായ്മയുള്ള സമയത്ത് ഞാൻ വിളിച്ച് വെച്ച് എന്ത് ചെയ്ത്, എടാ ഞാനിപ്പോൾ വേറെ ആളെ പിടിയുള്ള ഒരാളെ വിളിച്ചിട്ട് വെച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ വരും, എൻ്റെ കൈമ ഇപ്പോൾ പൈസ ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ 4 ചെങ്ങായിമാരുണ്ട്, ഞാൻ പൈസ 2 ദിവസം കഴിഞ്ഞ് തരാട്ടോ പറഞ്ഞു. അപ്പം എന്നോട് പറയട്ടോ 2 ദിവസം കഴിഞ്ഞ് എന്നോട് പറയാണ്, ഞങ്ങൾ 4 ആൾക്കാരുണ്ട്, ഞങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പൈസ ഞാൻ കൊടുക്കാം, എനിക്ക് തന്നാൽ മതി. അത് എനിക്ക് 2 ദിവസത്തേക്ക് വായ്പ ഫുഡ് കഴിക്കാനും കടം തരണമെങ്കിൽ 4 ആൾക്കാർ ചോദിക്കണം. അപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പല ആളും എൻ്റെ 2-3 ചങ്ങായിമൊക്കെ പ്രൊമോഷനൊക്കെ ഞാൻ പോയി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോൾ ഇല്ലാത്ത ഡിമാൻഡില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഡത്തട്ടി. അതായത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വിഡത്തട്ടി എന്ന് വെച്ചാൽ അത്രയും തട്ടി. എല്ലായിടത്തൊക്കെ വീഡിയോ എടുക്കാൻ ആൾ വരുന്നില്ലേ. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ ഒരാളെ ഒറ്റപ്പെട്ടാൽ എന്ത് ചെയ്യരുത്, തോറ്റെടുക്കരുത്, തളർന്നു വരുത്. ഹാപ്പി ഹാപ്പി മിന്നാജ് പോണൊരു വീട്ടിലെത്തി. അർജന്റ് അവക്ക് നേരല്ല, വേഗം വരുമോ, കണ്ണെന്ന് മീറ്റ് ചെയ്യണമെന്ന്. എന്താ പറയാനുള്ളത് താങ്കൾ കണ്ടിട്ട്? വെറുതെ രസം. ഞാൻ വേറെ
അജേഷ് രണ്ട് പേർക്ക് വർത്താനം പറയും. ഇൻട്രോവേർട്ടാണ് ആള്. അല്ല ഷർട്ട് ഇത് നോക്ക്, രസം നോക്ക്. വിഷൂര് മഞ്ഞിട്ടുണ്ടോ? സത്യത്തില് ഓനല്ലേ എന്നിട്ട് പോവാൻ നേരത്തെ ക്യാമറന്റെ പുറകുന്ന ഇൻട്രോവേർട്ടിന് സർപ്രൈസ് കൊടുക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ഒന്ന് ഞെട്ട് ഞെട്ട് വിഷുവിന് ഡ്രസ് കോഡ് വെറുതെ കാട്ടില് ആ എന്നെ പറ്റിക്കുന്നു തോന്നുന്നുണ്ടോ? പോടാ കാര്യത്തില് എടാ വിഷുവിനുള്ളതാ കാര്യത്തിലാ ചേച്ചത് വിശ്വസിക്കുന്നില്ലടാ അവര്. ആടെ വിഷുവിന്റെ ഡ്രസ് കോഡിയാ. ആ ആടാ പോടാ ആടാ മോൻകോ പോടാ എന്താണ് അങ്ക് ആടാ ഇതുവരെ വിശ്വസിപ്പിക്ക കാര്യത്തില്. എന്നാ ടോപ്പാക്കി എടുക്കുക വാ ഹായ് സുഖം യൂട്യൂബ് വ്ലോഗ് ഒന്ന് ശക്തമാക്കിയാലോ എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. എന്താണ് എൻ്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. നല്ലതാണ്. അത് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ സപ്പോർട്ടിനാവില്ല. പിന്നെ വീഡിയോ എടുക്കാനല്ല ഞങ്ങളൊക്കെ. അതാണ് ഇതുപോലത്തെ ചെങ്ങായിമാർ നമുക്ക് വേണ്ടി. കാരണം നമ്മൾ വിളിച്ചില്ല, നമ്മൾ പല ചെങ്ങായിമാർ ആവശ്യത്തിന് പോട്ടു, നമ്മൾ വിളിച്ചാൽ അവർക്ക് ഇല്ലാത്ത ഡിമാൻഡ് ഇല്ലടോ. അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സമ്മാനം തന്നെ വിഷയക്കല്ലേ ഇതിൻ്റെ വക. വിഷുവിന് എന്തത് ഷർട്ട് ഷർട്ട് ഡ്രസ് എടുത്തോ? ഡ്രസ് എടുത്തില്ല, എനിക്ക് മാത്രമോ? ജിഷ്ണുവിനുണ്ട്, ജിഷ്ണുവിന് കൊടുത്ത് ഉണ്ടോ? മഞ്ഞുണ്ടോ? കാര്യമായിട്ട് ശരിക്കും മീഡിയല്ലേ? ആ സ്കേറ്റേഴ്സിന് നല്ല അടിപൊളി സാധനം. നല്ല മറ്റേടെ അയാളുടെ ആദ്യം വാങ്ങിച്ചു പോകുമ്പോ ടീഷർട്ട് വിളിച്ചു അതിന്റെ ഹാപ്പി ആയോ? ഹാപ്പി ഇതിപ്പോ ക്യാമറന്റെ പുറകെ കൂടെ ആട്ടെന്നെ കൊണ്ടുപോകാനുള്ളതല്ലേ. അത് ഫിറ്റ് ചെയ്ത് നോക്കിയാ ഫിറ്റ് ചെയ്യണോ? ഇല്ല മാറ്റണ മാറ്റട്ടോ. ഉണ്ടായോണ്ടേ വിഷുവിന്റെ നേരം ഉണ്ടാണല്ലോ മുണ്ടും ഇതും കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ കുറെ പ്രാഗിനി. കാരണം അതിന്റെ A to Z കാര്യങ്ങള് കണ്ട ഷോപ്പുകാർക്ക് പ്രൊമോഷൻ ചെയ്ത് നമുക്ക് കിട്ടി. നമ്മളൊക്കെ അവിടെ പൈസ എടുത്താൻ വേണ്ടി അവസ്ഥ തന്നെ. അപ്പൊ വിഷുവിന് ജാതി കയ്യിലിട്ട് അഴിച്ച് വന്നപ്പോ സന്തോഷമായി. ഇത് മതിയല്ലോ, ഹാപ്പി ഫാമിലി ഗ്രൂപ്പിലേക്ക്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഗിഫ്റ്റ് പറഞ്ഞിട്ട്